ഉണ്ണിമാഷ് ക്രിയേഷൻസ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന കഥ എന്നത് മഹാഭാരതത്തിലെ ദുർവാസാവിനെ കുറിച്ചാണ്. ക്ഷിപ്രകോപിയായ ദുർവാസാവ് എന്നാണ് അറിയപ്പെടുക. വാമന പുരാണത്തിലും ബ്രഹ്മാണ്ഡ പുരാണത്തിലും ദുർവാസാവിന്റെ ജനനകഥകൾ വ്യത്യസ്തമാണ്. അനസൂയയ്ക്കും അത്രി മഹർഷിക്കും ശിവാംശത്തിൽ പിറന്ന പുത്രനാണ് ദുർവാസാവ് അഥവാ ദുർവാസസ്. ദുർവാസ മഹർഷിയുടെ ജനനത്തെ സംബന്ധിച്ച് ഒരുപാട് കഥകൾ നിലവിലുണ്ട്. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലുമായി ജനനം ബന്ധപ്പെട്ട ധാരാളം കഥകൾ പരാമർശിക്കുന്നുണ്ട്. അതിൽ ഒന്ന്, ശീലാവതിയുടെ ശാപത്തിൽ നിന്നും സൂര്യദേവനെ മോചിപ്പിക്കാൻ ത്രിമൂർത്തികൾ അനസൂയയുടെ സഹായം അഭ്യർത്ഥിച്ചു. ശീലാവതിയെ കൊണ്ട് ശാപം പിൻവലിച്ച അനസൂയ ത്രിമൂർത്തികൾ മക്കളായി പിറക്കണമെന്ന വരം ആവശ്യപ്പെട്ടു എന്നും അതിനാൽ ശിവാംശമായി ദുർവാസാവ് ജനിച്ചു എന്നുമാണ് ഒരു കഥ. രണ്ടാമത്തെ ഒന്ന് എന്ന് പറയുന്നത് അനസൂയയുടെ പാതിവൃത്യം പരീക്ഷിക്കാൻ വന്ന ത്രിമൂർത്തികളെ അനസൂയ തപശക്തിയാൽ കുഞ്ഞുങ്ങളാക്കിയെന്നും പൂർവ്വരൂപം ലഭിക്കാൻ അനസൂയയുടെ മക്കളായി ജനിക്കാമെന്ന വരം നൽകിയെന്നും ഒരു കഥയുണ്ട്. മൂന്നാമതായിട്ട് നോക്കുകയാണെങ്കിൽ ബ്രഹ്മമഹേശ്വരന്മാർ തമ്മിൽ നടന്ന ഒരു യുദ്ധത്തിൽ കോപാകുലനായ ശിവരൂപം കണ്ട് പാർവതി പരിഭ്രമിച്ചു എന്നും അത് മനസ്സിലാക്കിയ പരമേശ്വരൻ ദുർവാസഹേതുവായ കോപാംശത്തെ അനസൂയയുടെ ഗർഭത്തിൽ നിക്ഷേപിച്ചുവെന്നും ഒരു കഥയുണ്ട്. അടുത്തത്, ബ്രഹ്മമഹേശ്വര യുദ്ധത്തിനിടയിൽ ശിവൻ നരനാരായണന്മാരെ അഭയം പ്രാപിച്ചു എന്നും നാരായണ മഹർഷിയുടെ ആവശ്യപ്രകാരം ശിവൻ മഹർഷിയുടെ ഇടത് കൈയിൽ ശൂലത്താൽ കുത്തുകയും അതിൽ നിന്നും 3 രക്തധാരകൾ പ്രവഹിക്കുകയും അതിലൊന്ന് ദുർവാസാവെ പരിണമിച്ചു എന്നും ഒരു കഥ. ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മഹാഭാരതത്തിലെ ഒരു കഥയാണ്. അപ്പൊ ആ കഥയിലേക്കാണ് ഞാൻ കിടക്കാൻ പോകുന്നത്. മഹാഭാരതത്തിൽ ഒട്ടനവധി കഥകൾ ഇത്തരത്തിലുണ്ട്. ഓരോ കഥാപാത്രങ്ങളുടെയും നമുക്ക് ഓരോ കഥാപാത്രങ്ങളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം. നമുക്കിങ്ങനെ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപേക്ഷിക്കുന്നു. നമസ്കാരം. ത്രിപുരന്മാരുമായി ഉണ്ടായ യുദ്ധത്തിൽ കോപിഷ്ഠനായ ശിവൻ തൊടുത്തുവിട്ട ബാണം ത്രിപുരന്മാരെ നിഗ്രഹിച്ച ശേഷം ഒരു ബാലന്റെ രൂപത്തിൽ തിരിച്ചു വന്നു. ശിവന്റെ മടിയിൽ കിടന്നെന്നും ഈ ബാലനാണ് ദുർവാസാവ് എന്ന പേരിൽ പ്രസിദ്ധനായത് എന്നും മഹാഭാരതം പറയുന്നു. മൂൽഗലൻ എന്നു പേരായ ഒരു ബ്രാഹ്മണ ശ്രേഷ്ഠൻ വയലുകളിൽ കൊഴിഞ്ഞു വീഴുന്ന ധാന്യമണികൾ പെറുക്കി അമാവാസികളിലും പൗർണിമകളിലും മാത്രം ഭക്ഷിച്ച് ഭാര്യപുത്രന്മാരോടൊത്ത് ജീവിച്ചു പോന്നു. മൂൽഗലന്റെ അതിഥി മര്യാദയും ധാർമ്മികതയും പരിശോധിക്കണമെന്ന് ദുർവാസാവ് നിശ്ചയിച്ചു. പൗർണമികളിലും അമാവാസികളിലും മൂൽഗലന്റെ ഭക്ഷണത്തിന് മുമ്പ് ദുർവാസാവ് പതിവായി അവിടെ എത്തി ഉള്ളതെല്ലാം ഭക്ഷിച്ചു പോകുമായിരുന്നു. ഇങ്ങനെ 6 തവണ തുടർച്ചയായി മൂൽഗലന്റെയും കുടുംബത്തിന്റെയും ഭക്ഷണം ദുർവാസാവ് ഭക്ഷിച്ച് തീർത്തു. തുടർച്ചയായി 3 മാസം പട്ടിണി കിടക്കേണ്ടി വന്നിട്ടും മൂൽഗലനോ കുടുംബാംഗങ്ങളോ യാതൊരു അപ്രിയവും അതൃപ്തിയും മുനിയോട് കാണിച്ചില്ല. ദുർവാസാവ് പരാജയം സമ്മതിച്ച് മൂൽഗലനും കുടുംബവും ഉടലോടെ സ്വർഗത്തിൽ പോകട്ടെ എന്ന് അനുഗ്രഹിച്ചു. ഉഗ്രകോപിയായ ദുർവാസാവിന് ശാപം ചൊരിയുക ഇഷ്ടവിനോദമാണ്. ഒരിക്കൽ അദ്ദേഹം ദേവലോകത്ത് ചെന്നപ്പോൾ മേനക അത്യധികം വാസനയുള്ള ഒരു പുഷ്പഹാരം ദുർവാസാവിന് സമ്മാനിച്ചു. അദ്ദേഹം അതിനെ ഇന്ദ്രനു നൽകി. ഇന്ദ്രൻ ഹാരത്തെ ഐരാവതത്തിന്റെ കൊമ്പുകളിൽ തൂക്കിയിട്ടു. വാസനയിൽ ആകൃഷ്ടരായ വണ്ടുകളുടെ ശല്യം സഹിക്കാതെ ഐരാവതം ക്ഷുഭിതനായി മാല കൊമ്പുകളിൽ നിന്ന് എടുത്ത് ദൂരെ കളഞ്ഞു. അത് തന്നെ അവഹേളിച്ചതാണെന്ന് ദുർവാസാവ് കണക്കാക്കിയത്. അദ്ദേഹം ഇന്ദ്രനും ദേവകൾക്കും ജരാനര ബാധിക്കട്ടെ എന്ന് ശപിച്ചു. പാലാഴി കടഞ്ഞെടുത്ത് കിട്ടുന്ന അമൃത് ഭക്ഷിച്ചാൽ ജരാനര നീങ്ങി കിട്ടുമെന്ന ശാപമോഷത്തിന്റെ പരിണത ഫലമാണ് പാലാഴി മദനവും തുടർന്നുണ്ടായ സംഭവ പരമ്പരകളും. കുന്തിയുടെ ബാല്യകാലം കുന്തി ഭോജന്റെ കൊട്ടാരത്തിലായിരുന്നു. ഒരിക്കൽ ദുർവാസാവ് അവിടെ ഏതാനും മാസം താമസിച്ചു. ദുർവാസാവിനെ ശുശ്രൂഷിക്കേണ്ട ചുമതല കുന്തിക്കായിരുന്നു. കുന്തിയുടെ പരിണചരണത്തിൽ സന്തുഷ്ടനായ ദുർവാസാവ് കുന്തിക്ക് ഒരു വശീകരണ മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. ഈ മന്ത്രം ജപിച്ച് ഏത് ദേവനെ സ്മരിച്ചാലും ആ ദേവനിൽ നിന്നൊരു പുത്രനെ നേടാം എന്നായിരുന്നു മന്ത്രത്തിന്റെ പ്രത്യേകത. ഈ മന്ത്രം ഉപയോഗിച്ചാണ് കുന്തി കർണൻ, ധർമ്മപുത്രൻ, ഭീമൻ, അർജുനൻ എന്നിവരെയും മാദ്രി, നകുല സഹദേവന്മാരെയും നേടിയത്. ശ്വേതകി എന്നു പേരായ ഒരു രാജാവ് 100 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യാഗം ആരംഭിച്ചു. യാഗത്തിന്റെ പുക ദീർഘകാലം കണ്ണിലേറ്റതു കാരണം ബുദ്ധിമുട്ടിലായ ബ്രാഹ്മണർ ഓരോരുത്തരായി സ്ഥലം വിട്ടു. എങ്ങനെയെങ്കിലും യാഗം പൂർത്തിയാക്കി തരണമെന്ന രാജാവിന്റെ അപേക്ഷ ബ്രാഹ്മണർ ചെവിക്കൊണ്ടില്ല. ശ്വേതകി ഹിമാലയ സാനുക്കളിലെത്തി ശിവനെ തപസ് ചെയ്ത് പ്രത്യക്ഷനാക്കി ദുർവാസനെ കൂട്ടിക്കൊണ്ടുവന്ന് യാഗം മുഴുമിപ്പിക്കാൻ ശിവൻ ശ്വേതകിയോട് നിർദ്ദേശിച്ചു. ശ്വേതകി ദുർവാസവനെ കൊണ്ടുവന്ന് 12 വർഷം കൊണ്ട് യാഗം പൂർത്തിയാക്കി. ഈ യാഗത്തിൽ ഹോമിച്ച ഹവിസ് 12 വർഷം തുടർച്ചയായി ഭക്ഷിക്കേണ്ടി വന്നതിനാലുള്ള ദഹനക്ഷയം തീർക്കാനാണ് അഗ്നി ഖണ്ഡവനം ദഹിപ്പിച്ചത്. ഒരിക്കൽ ദുര്യോധനൻ ദുർവാസാവിനെ വനവാസം ചെയ്യുന്ന പാണ്ഡവരുടെ അടുത്തേക്ക് അയച്ചു. സൂര്യനിൽ നിന്ന് ലഭിച്ച അക്ഷയപാത്രത്തിൽ പാഞ്ചാലിയുടെ ഭക്ഷണശേഷം ഒന്നും ഉണ്ടാവുകയില്ലെന്ന് ദുര്യോധനൻ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഒരവസരത്തിൽ ദുർവാസാവ് അവിടെ ചെന്നാൽ ഭക്ഷണം ലഭിക്കയില്ലെന്നും ഭക്ഷണം കിട്ടാതെ വന്നാൽ ദുർവാസാവ് ക്ഷോഭിച്ച് പാണ്ഡവരെ ശപിക്കുമെന്നുമായിരുന്നു ദുര്യോധനന്റെ കണക്കുകൂട്ടൽ. ആ സമയത്തുള്ള ദുർവാസാവിന്റെ വരവും ഭക്ഷണം ആവശ്യപ്പെടലും പാഞ്ചാലി വിഷമത്തിലാക്കി. ധർമ്മപുത്രൻ ദുർവാസാവിനെയും അനുചരരെയും കുളിക്കാൻ അയച്ച വേളയിൽ പാഞ്ചാലി കൃഷ്ണനെ സ്മരിച്ചു. തന്റെ മുന്നിലാഗതനായ കൃഷ്ണനോട് പാഞ്ചാലി
തങ്ങൾ എത്തിച്ചേർന്ന വിഷമസന്ധിയെക്കുറിച്ച് പറഞ്ഞു. കൃഷ്ണൻ അക്ഷയപാത്രം പരിശോധിച്ചപ്പോൾ ചീരക്കറിയുടെ ഒരു അംശം കിട്ടി. അത് ഭക്ഷിച്ചുകൊണ്ട് ഇതുകൊണ്ട് ഹരി തൃപ്തനാകട്ടെ എന്ന് ആശംസിച്ചു. കുളിക്കാൻ പോയ മുനിമാർ വെള്ളത്തിൽ മുങ്ങി നിവർന്നപ്പോൾ അവരുടെ വയർ പൂർണ്ണമായി നിറഞ്ഞിരിക്കുന്നതായി കണ്ടു. ഒന്നും തന്നെ ഭക്ഷിക്കാൻ അവർക്ക് സാധ്യമല്ലായിരുന്നു. പാണ്ഡവരുടെ കോപം ഭയന്ന ദുർവാസാവും കൂട്ടരും ആശ്രമത്തിലേക്ക് തിരിച്ചു ചെല്ലാതെ മറ്റൊരു വഴിക്ക് സ്ഥലം വിട്ടു. ദുഷ്യന്തനിൽ നിന്ന് ഗർഭിണിയായ ശകുന്തള വിരഹ ദുഃഖത്താൽ ഒരു മരച്ചുവട്ടിൽ ആലോചനാമഗ്നയായി ഇരിക്കുന്ന സമയത്ത് ദുർവാസാവ് അതുവഴി വന്നു. ശകുന്തള മുനിയെ കണ്ടില്ല. തന്നെ ആദരിക്കാത്തത് അവഹേളനമായി കരുതി നീ ആരെ ഓർത്തിരിക്കുന്നുവോ അവൻ നിന്നെ വിസ്മരിക്കട്ടെ എന്ന് ശപിച്ചു. ശാപവിവരവും ശകുന്തള അറിഞ്ഞില്ല. ദുർവാസാവ് ശപിച്ചത് കേട്ട ശകുന്തളയുടെ തോഴി മുനിയോട് ശാപമോക്ഷം യാചിച്ചു. എന്തെങ്കിലും അടയാളം കാണിച്ചാൽ വീണ്ടും ഓർമ്മ വരും എന്ന് മുനി ശാപമോക്ഷം നൽകി. ഇത്തരത്തില് ഒട്ടനവധി കഥകളുണ്ട് ദുർവാസാവിനെ കുറിച്ച്. ദുർവാസാവിന്റെ ഈ പാലാഴിയും മദനം തന്നെ പല പല കാര്യങ്ങളിലേക്കും വഴിത്തിരിവായിട്ട് വരുന്ന കഥകളാണ്. അതിന് ഉത്തമ കാരണക്കാരനും ഒരു നിമിത്തവും ഈ ദുർവാസാവ് മഹർഷിയാണ്. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.